ഷാങ്യുവിൻ്റെ മാട്രി ലോക്കൽ ഹസ്ബൻഡ് ആവാൻ തനിക്ക് സമ്മതമാണ് എന്ന് യാൻഷങ് പറയുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടത്. അവൾ ശരിക്കും ഹാപ്പി ആവുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് വീട് തൻ്റെ പേരിലായി കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കണ്ടെത്തി അവൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ തയ്യാറാണ്. അതൊക്കെ ശരിയായി കഴിയുമ്പോൾ അവന് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ അവൻ അവിടെ വിട്ട് പോവാം. എന്തായാലും താൻ അവന് തടയില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഞാനങ്ങനെ പോയി കഴിയുമ്പോൾ നിന്റെ അങ്കിൾ വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിനക്ക് പേടിയില്ലെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. വീട് എൻ്റെ പേരിലായി കഴിഞ്ഞാൽ പിന്നെ ആരെ പേടിക്കാനാണ്? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒട്ടും പേടിയില്ല. പിന്നെ നീ പോയി കഴിയുമ്പോൾ നീ ഒരു ദൂരയാത്രയ്ക്ക് പോയതാണെന്നേ ഞാൻ എല്ലാവരോടും പറയുകയുള്ളൂ. ആര് സത്യം അറിയാനാണ് എന്നവൾ പറയുന്നു. അപ്പോൾ ഇവളിതൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അതിനവൾ മറുപടി നൽകുന്നില്ല. ഇവിടെ നിൽക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിങ്ങനെ പന്നുകളെ കശാപ്പ് ചെയ്ത് നിനക്ക് ചിലവിന് തന്നോളാം. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വരുമാനമുണ്ട് എന്നവൾ പറയുന്നു. എൻ്റെ ഈ കാലൊന്നും ശരിയാവുന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ ഒരു വികലാംഗനെ പോലെ ആണ് എങ്കിൽ നീ എന്ത് ചെയ്യും എന്നവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിന്റെ മുഖം കാണാൻ നല്ല സുന്ദരമാണല്ലോ എന്ന് അവൾ അറിയാതെ പറഞ്ഞു പോകുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ തോന്നുന്നല്ല ഇങ്ങനെ വിളിച്ചു പോകുന്നത് ശരിയല്ലല്ലോ എന്ന് അവൾ തന്നെ ചിന്തിക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഞാൻ മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്, ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ നീ എന്തിനാണ് എന്നെ തന്നെ ചൂസ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ആ മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നത് നിന്നെ അല്ലേ? നീ സുഖപ്പെട്ട് കഴിയുമ്പോൾ നിനക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് അവൾ പറയുന്നു. എൻ്റെ അസുഖം ഭേദമായി കഴിയുമ്പോൾ ഞാൻ ഇവിടെ വിട്ട് പോകുമെന്ന് അവനപ്പോൾ അർത്ഥം മുറിച്ചതുപോലെ പറയുന്നുണ്ട്. അവൾ അത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നു. എന്നാലും അത് പുറത്ത് കാണിക്കുന്നില്ല. പോയിക്കോളാൻ അനുവാദം നൽകുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളാൻ അവൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാമെന്നാണ് അവൻ പറയുന്നത്. ഷാങ്യു ആലോചിച്ചിട്ട് അവൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ വീട് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അവൾ അങ്ങനെ വലുതായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഈ വീട് തിരികെ പിടിക്കാൻ അവൻ സഹായിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്ന് അവൾ പറയുന്നുണ്ട്. അത് നീ എന്നോട് ചെയ്ത ഉപകാരത്തിനുള്ള പ്രത്യുപകാരമാണെന്ന് വിചാരിച്ചാൽ മതി. അതല്ലാതെ നിനക്ക് എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഷാങ്യെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് അച്ഛന് മുമ്പ് ചെറിയൊരു പിഗ് ഫാം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു 10-30 പന്നികളൊക്കെ ഉള്ള ഫാം സ്വന്തമായിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നവൾ പറയുന്നു. അവളുടെ ആഗ്രഹം കേട്ട് അവൻ എന്ത് പറയണമെന്നറിയാതെ ഇരുന്ന് പോകുന്നുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ കൂടിയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിനക്കുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. എങ്കിൽ പിന്നെ 10-30 പന്നിക്ക് പകരം ഒരു 100 പന്നി ആയിക്കോട്ടെ എന്നാണ് അവൾ പറഞ്ഞത്. ഇതൊന്നും അല്ലാതെ നിനക്ക് നിന്റെ ലൈഫിൽ വലിയ വലിയ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഇല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. 100 പന്നികളുള്ള ഒരു ഫാം എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമല്ലേ? അതിന് 100 സിൽവർ നാണയങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ ഷാങ്യു വലിയ കാര്യം പറയുന്നത് പോലെ പറയുന്നു. ഇനി അതും പോരെങ്കിൽ എന്നാൽ പിന്നെ ഒരു 200 പന്നികളായിക്കോട്ടെ എന്നും അവൾ പറയുന്നുണ്ട്. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവൻ ആ സംസാരം അവസാനിപ്പിക്കുന്നു. ഷാങ്യു ഡീൽ ഉറപ്പിച്ചതുപോലെ ഒരു ഹൈഫൈ തരാൻ പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്നിരിക്കുന്നുണ്ട്. അവൻ കൈ കാണിച്ചപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് തട്ടുന്നു. അത് തന്നെ അവന് നല്ല വേദന ഉണ്ടാക്കുന്നുണ്ട്. അവളുടെ ചെറിയ അടിക്ക് പോലും അത്രയ്ക്ക് ശക്തിയാണ്. എന്തായാലും കല്യാണം ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. അങ്ങനെ വിവാഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ മാർക്കറ്റിലെ ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. വഴിയിൽ കാണുന്ന ആളുകളോടൊക്കെ വിശേഷം പറഞ്ഞും പറ്റാവുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തൊക്കെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. ആ ഷോപ്പ് മുമ്പ് ഇവളെ ആദ്യമായിട്ട് പന്നിയെ കശാപ്പ് ചെയ്യാൻ വിളിച്ച ആ ലേഡിയുടേതാണ്. ഷാങ്യുവിൻ്റെ അമ്മ മുമ്പ് തന്നെ അവളുടെ വെഡ്ഡിങ് ഡ്രസ്സിനായിട്ട് അവിടെ ഒരു തുക സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തുകയ്ക്കൊത്തുള്ള ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവളിവിടെ വന്നിരിക്കുന്നത്. ഷെൻ എന്നാണ് ആ ലേഡിയുടെ പേര്. ഇവളുടെ ശബ്ദം കേട്ടുകൊണ്ട് അവർ താഴേക്ക് ഇറങ്ങി വരുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം ഷെന്ന് മറിഞ്ഞിരുന്നു. അവിടെയുള്ള ആണുങ്ങളെയൊക്കെ യുദ്ധത്തിനായി വിളിക്കുന്നത് കാരണം ഒരു അവകാശം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും ധൃതി പിടിച്ച് വിവാഹം നടത്തുകയാണ് എന്ന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവിടെ വിവാഹങ്ങളുടെ തിരക്കാണ്. അതുകൊണ്ട് ഈ ഷോപ്പിലും അത്യാവശ്യം നല്ല തിരക്കാണ്. വെഡ്ഡിങ് ഡ്രസ്സ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ റെഡിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ് എന്നൊക്കെ ഷെൻ അവളോട് പറയുന്നുണ്ട്. എന്നാലും അവൾക്ക് വേണ്ടി അത് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ആൻറ്റി സാഹോ ആണ് ഷെന്നിനോട് ഇവളുടെ വിവാഹകാര്യം പറഞ്ഞത്. അവളുടെ ഗ്രൂം നല്ല സുന്ദരനാണെന്നും പറഞ്ഞിരുന്നു. പിന്നെ ആൻറ്റിയുടെ ഒരു അകന്ന ബന്ധുവാണ്, ഷോങ്ഷുവിലുള്ള ആളാണ് എന്നൊക്കെയാണ് ആൻറ്റി ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവൾ കെട്ടാൻ പോകുന്ന ആളുടെ സ്ഥലം ഷോങ്ഷു ആണ് എന്ന് കേട്ടപ്പോൾ അവിടെ കടയിൽ നിൽപ്പുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് മാർക്കിസ് ഓഫ് വുഹാൻ മരിച്ചോ ഇല്ലയോ എന്ന് അവളുടെ ബുഡ്ബിക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ആ സ്റ്റാഫ് ചോദിക്കാൻ കാരണം പുറത്ത് മാർക്കിസ് ഓഫ് വുഹാൻ മരിച്ചു എന്നുള്ള പേരിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. മരിച്ചു എന്ന് ഒരു കൂട്ടരും മരിച്ചില്ല എന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞ് തമ്മിൽ തല്ലുകയാണ്. കൂടുതൽ ആളുകൾക്കും മാർക്കിസ് ഓഫ് വുഹാൻ മരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് ഈ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അത്രയ്ക്ക് ശക്തനായിട്ടുള്ള മാർക്കിസിനെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത്. ഈ സമയത്തൊക്കെ യാൻഷങ് അവിടെ ഇരുന്ന് തുമ്മുന്നത് കാണുന്നുണ്ട്. എന്തായാലും മാർക്കിസ് മരിച്ചു എന്ന് കേൾക്കുന്നത് ഷാങ്യുവിനും വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം അവളുടെയും ഒരു ആരാധനാപാത്രം തന്നെയായിരുന്നു അവൻ. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ രാജകൊട്ടാരത്തിലെ സഭയിലും മാർക്കിസിന്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയായിരുന്നു. മാർക്കിസ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അവിടെ എത്തിയിരിക്കുന്നു. രാജാവ് മാർക്കിസിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ട് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് വളരെ ഉയർന്ന ഡ്യൂക്ക് എന്ന പദവി നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ 1000 സ്വർണ്ണ നാണയങ്ങളും കുറേ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒക്കെ ഈ മാർക്കിസിന്റെ ആർമിക്കും നൽകിയിരിക്കുകയാണ്. രാജാവിന്റെ സഭയിൽ
ഇപ്പോഴത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും പോലെ 2 മന്ത്രിസഭകളാണ് ഉള്ളത്. അതിൽ ഓരോന്നിനും ഓരോ നേതാക്കന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ട്. അതിൽ ഒരു പക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിൻ്റെ ഈ തീരുമാനത്തെ പുകഴ്ത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതോടെ ബാക്കി മന്ത്രിമാരും ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവിടുത്തെ മറ്റേ പക്ഷത്തിൻ്റെ ലീഡറായിട്ടുള്ള പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആ മന്ത്രിയുടെ പേര് ലിജിങ് എന്നാണ്. അയാൾ അവിടുത്തെ രാജാവിൻ്റെ പ്രധാന ഉപദേഷ്ടാവിനുമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മന്ത്രിയുടെ പേര് വെയ്യാൻ എന്നാണ്. പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ മരിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ഈ മാർക്കിസിൻ്റെ അമ്മാവനാണ് ഇയാൾ. ഇവിടുത്തെ രാജാവ് ശിശൻ വളരെ ചെറുപ്പക്കാരനാണ്. രാജാവിന് ഈ മന്ത്രിമാരെ ശരിക്കും പേടിയാണ്. പ്രത്യേകിച്ച് വെയ്യാനെ കാണുമ്പോൾ രാജാവിൻ്റെ മുട്ട് വിറയ്ക്കും. വെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു സീറ്റ് തന്നെ രാജാവ് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പേടിയുടെ ആഴം എത്രയുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. മാർക്കിസിൻ്റെ മരണത്തിൽ അനുശോചിച്ച് ഒരാഴ്ച ദുഃഖാചരണം നടത്തുന്ന കാര്യം രാജാവ് കുറച്ച് മുമ്പ് അനൗൺസ് ചെയ്തിരുന്നു. അതിനെ വെയ്യാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, യുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കിസ് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ശക്തമായി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി തൽക്കാലം മാർക്കിസിന്റെ മരണം രഹസ്യമായി വെക്കുന്നതാണ് നല്ലതെന്ന് വെയ്യാൻ പറയുന്നു. വെയ്യാൻ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നുള്ളത് ലിജിങ്ങിന്റെ പ്രധാന ജോലിയാണ്. ഇപ്പോഴും അയാൾ വെയ്യാന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. മാർക്കിസ് മരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ഇതുവരെ ബോഡിയൊന്നും കണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഈ കാര്യം അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ കാര്യം മറച്ചു വെച്ചത്. എന്നിട്ടിപ്പോൾ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത് രാജ്യം മുഴുവൻ ദുഃഖാചരണം നടത്തിയാൽ ഉറപ്പായും ഇതവർക്ക് നല്ലൊരു ചാൻസ് നൽകും. യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് വെയ്യാൻ ലിജിങ്ങിന് ശരിക്കും കൊടുക്കുന്നു. അങ്ങനെ അവസാനം വെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യം രഹസ്യമാക്കി വെക്കാൻ രാജാവ് തീരുമാനിക്കുന്നുണ്ട്. സഭ പിരിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും ലിജിങ് വെയ്യാനെ ചൊറിയാൻ ചെല്ലുന്നുണ്ട്. മാർക്കിസ് കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൻ്റെ ആർമിയെ ആര് നയിക്കും? അതിർത്തിയിലെ കാര്യം ആകെ പ്രശ്നത്തിലാവുമല്ലോ എന്നൊക്കെയാണ് ലിജിങ് ചോദിക്കുന്നത്. തൽക്കാലം അതിനെക്കുറിച്ചോർത്ത് അയാൾ വിഷമിക്കേണ്ട കാര്യമില്ല. കഴിവുള്ള ആരെയെങ്കിലും മാർക്കിസിൻ്റെ സ്ഥാനത്തേക്ക് ഉടനെ തന്നെ നിയമിക്കുമെന്ന് വെയ്യാൻ പറയുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് വെയ്യാൻ്റെ വിശ്വസ്തൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരാണ് മുമ്പ് യാൻഷെങ് കിടന്ന സ്ഥലത്തൊക്കെ തിരച്ചിൽ നടത്തിയിട്ട് അവൻ്റെ ബോഡി കണ്ടെത്താതെ തിരികെ പോയത്. ഈ വെയ്യാൻ പറഞ്ഞയച്ചിട്ടായിരുന്നു അവർ അന്ന് അങ്ങനെ തിരച്ചിൽ നടത്തിയത്. യാൻഷെങ്ങിനെ കണ്ടെത്താത്തതുകൊണ്ട് അവന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരാൻ വെയ്യാൻ ഇപ്പോൾ അയാൾക്ക് ഓർഡർ നൽകുന്നുണ്ട്. ഷാങ് വെഡ്ഡിംഗ് ഡ്രസ്സ് ബുക്ക് ചെയ്യാൻ മാർക്കറ്റിൽ പോയിട്ട് തിരികെ വരുന്ന വഴി കാട്ടിൽ വെച്ച് അവളെ ഒരു ചെന്നായി ആക്രമിക്കുന്നു. അവൾ അതിനെ ഓടിച്ചു വിടുന്നുണ്ടെങ്കിലും അവൾക്ക് ചെറുതായി പരിക്ക് പറ്റുകയും അവളുടെ ഒരു ചെരുപ്പ് മിസ്സാവുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കാരണം ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ടുകൊണ്ടാണ് അവൾ മുന്നോട്ട് നടക്കുന്നത്. മഞ്ഞ് വീണ് കിടക്കുന്ന കാരണം ആ തണുപ്പ് സഹിച്ച് മുന്നോട്ട് പോകാൻ അവൾ നന്നായി പാടുപെടുന്നുണ്ട്. ഈ സമയത്ത് അതുവഴി കുതിരപ്പുറത്ത് ഒരാളും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടുപിറയിലായി കുതിര വണ്ടിയിൽ അയാളുടെ മാസ്റ്ററുമായി വരുന്നുണ്ട്. ഈ കുതിരപ്പുറത്തിരിക്കുന്ന ബോഡി ഗാർഡ് മുന്നേ പോകുന്ന പെണ്ണ് തണുപ്പൊന്നും വകവയ്ക്കാതെ ചെരുപ്പില്ലാതെ പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഈ സമയത്ത് ഷാനു നമ്മുടെ ശകുന്തള കാലിൽ പറ്റി നോക്കുന്നത് പോലെ കാലിലേക്കൊന്ന് നോക്കുന്നുണ്ട്. അവളുടെ ഈ ലുക്ക് വണ്ടിക്കകത്തിരിക്കുന്ന ദുഷ്യന്തനെ ശരിക്കും അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ അവളോട് നടന്നു പോവാതെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് വണ്ടിക്കുള്ളിലുള്ള മാസ്റ്റർ പറയുന്നു. അങ്ങനെ ബോഡി ഗാർഡ് അവളോട് എവിടേക്കാണ് പോകേണ്ടത്, എൻ്റെ മാസ്റ്റർക്ക് നീ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല, അതുകൊണ്ട് വേണമെങ്കിൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷാനു ആ ഓഫർ നിരസിച്ച് തനിയെ നടന്ന് തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് വണ്ടിക്കകത്തുണ്ടായിരുന്ന മാസ്റ്റർ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ സർനെയിം ലീ എന്നാണ് എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അവൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുവിടാൻ തയ്യാറാണ് എന്നൊക്കെ വളരെ മര്യാദയോടെ പറയുന്നുണ്ട്. അതുകൂടി ആയപ്പോൾ പിന്നെ ഷാനു അവർക്കൊപ്പം ആ വണ്ടിയിൽ കയറുന്നുണ്ട്. അവൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ലീ ഇറങ്ങി പുറത്തിരിക്കുന്നു. ഷാനുവിൻ്റെ സോക്സൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ടായിരുന്നതിനാൽ അവൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു നെരിപ്പൊടിനടുത്തേക്ക് വെച്ച് അതൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവനിങ്ങനെ പുറത്തിരിക്കുന്നത് അവളെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അങ്ങനെ അവനോട് അകത്തേക്ക് കയറി ഇരുന്നൂടെ, തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ അവളുടെ കാലൊക്കെ ഉണക്കുകയല്ലേ, ആ സമയത്ത് അവനവിടെ ഇരിക്കുന്ന മര്യാദയല്ല, അതുകൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് സമയം പുറത്ത് ഫ്രഷ് എയർ ശ്വസിച്ച് ഇവിടെ ഇരുന്നോളാം എന്നയാൾ പറയുന്നു. അങ്ങനെ ഷാനുവിനെ അവർ തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇങ്ങനെ രണ്ടുപേർ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് ആൻറ്റി ഓടി ചെല്ലുന്നുണ്ട്. വഴിയിൽ വെച്ച് ചെന്നായി കണ്ടതും പിന്നെ ഇവർ സഹായിച്ചതുമൊക്കെ ഷാനു ആൻറ്റിയോട് പറയുന്നു. ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്ന കാരണം ആൻറ്റി അവരെ ഒരു ചായ കുടിക്കാനായി ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആവശ്യമില്ല, മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞ് ലീ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഷാനു അവരോട് നന്ദി പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്തായാലും അവർ ചെയ്ത ഉപകാരത്തിന് പകരം എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതുകൊണ്ട് അവിടെ കുറച്ച് ചെസ്നട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് കുറച്ച് തരാമെന്ന് ആൻറ്റി പറയുന്നു. ലീക്ക് അതിന് താല്പര്യമില്ലായിരുന്നെങ്കിലും അവൻ്റെ അസിസ്റ്റൻറ്റ് അത് വേണമെന്നുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആൻറ്റി അതെടുക്കാനായി പോകുന്നു. ആൻറ്റി പോയി കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ച് ലീ അസിസ്റ്റൻറ്റിനെ വഴക്ക് പറയുന്നുണ്ട്. ഗ്രാമത്തിലുള്ളവർ നന്ദി പ്രകടിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, അവരുടെ ആ നല്ല മനസ്സിന് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുതല്ലോ എന്നാണ് അസിസ്റ്റൻറ്റ് പറയുന്നത്. പിന്നെ അവൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന്
അവൻ പറയുന്നുണ്ട് എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഷാങ്യു അകത്ത് നിന്ന് നേരെ പോയത് യാൻഷങ്ങിൻ്റെ മുറിയിലേക്കായിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിൽ അടയ്ക്കുന്നു. പിന്നെ വാതിൽ മുട്ടിയിട്ടാണ് ഷാങ്യു അകത്തേക്ക് കയറി ചെല്ലുന്നത്. അവന് വേണ്ടി വെഡ്ഡിംഗ് ഡ്രസ്സ് ബുക്ക് ചെയ്യാനായിരുന്നല്ലോ അവൾ പോയത്. പക്ഷേ അവൻ്റെ അളവെടുത്തില്ല എന്നുള്ള കാര്യം ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം ഇതിനായി അവൻ്റെ മുന്നിലേക്ക് എന്നപ്പോൾ അവൾക്ക് നല്ല പരിങ്ങൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ മുന്നിൽ നിൽക്കാതെ ആദ്യം പുറകിൽ പോയി നിന്ന് അളവെടുക്കാൻ തുടങ്ങുന്നു. അവൻ്റെ ഷോൾഡറിൻ്റെ അളവെടുത്തപ്പോൾ നിന്നെ കാണാൻ മെലിഞ്ഞതായി തോന്നുമെങ്കിലും നിൻ്റെ ഷോൾഡറിന് നല്ല വീതി ഉണ്ടല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും ഇതേപോലെ തന്നെ ആയിരുന്നുവെന്നും അവൾ പറയുന്നു. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് അളവെടുക്കുന്ന സമയത്തൊക്കെ ഇവ തമ്മിൽ നല്ല ക്ലോസ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് ഷാങ്യുവിന് ചെറിയ ചമ്മലൊക്കെ ഫീൽ ചെയ്യുന്നു. എന്തായാലും വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ, പേരിന് വേണ്ടിയിട്ടാണെങ്കിലും വിവാഹം തന്നെയാണല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. എന്നാലും അവൾ അളവൊക്കെ എടുക്കുന്നു. കാലിൻ്റെ ഭാഗത്തൊക്കെ അളവെടുക്കുന്ന സമയത്ത് അവൾ താഴേക്ക് ഇരിക്കേണ്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവളുടെ കാല് മടുക്കുന്നു. അങ്ങനെ അവൾ വീഴാൻ തുടങ്ങുന്നതുകൊണ്ട് അവൻ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് രാവിലെ ഒരു ചെന്നായ ഓടിച്ചിരുന്നു. ആ സമയത്ത് കാലിന് ചെറിയ പരുക്ക് പറ്റിയതാണ്, അങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് തന്നെ പോകുന്നു. പക്ഷെ മുന്നോട്ട് പോയി വീണ്ടും അവൾ വീഴാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ അവളെ പിടിച്ചിരുത്തിയിട്ട് അവളുടെ കാല് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആൻറ്റി ഈ സമയം ചെസ്നട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ലീയും അവൻ്റെ അസിസ്റ്റൻറ്റും അവിടെ വെയിറ്റിംഗ് ആണ്. ഇവർ ഇവിടേക്ക് വന്നിരിക്കുന്നത് മാർക്കിസിനെ അന്വേഷിച്ചാണ്. മാർക്കിസിനെ മിസ്സിംഗ് ആയത് ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ എന്തായാലും ഈ ഗ്രാമത്തിൽ തന്നെ കാണുമെന്നാണ് ലീ പറയുന്നത്. അങ്ങനെ അവനെ അന്വേഷിച്ചാണ് ഇവർ വന്നിരിക്കുന്നത്. യാൻഷിങ് ഈ സമയം ഷാങ്യുവിൻ്റെ കാല് ചെക്ക് ചെയ്യുകയായിരുന്നു. ഒരു ഞരമ്പ് മാർക്കെടുക്കുകയാണെന്ന് അവന് മനസ്സിലാവുന്നു. അത് പിടിച്ച് നേരെ ഇടാമെന്നും അവൾ പറയുന്നുണ്ട്. ആദ്യമൊക്കെ അവൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷാങ്യുവിന് നല്ല വേദനയുണ്ട്. അവൻ ആ ഞരമ്പ് പിടിച്ച് നേരെ ഇട്ട സമയത്തും അവൾ ഉറക്കെ വിളിച്ചു പോകുന്നു. ഈ ശബ്ദം താഴെ നിൽപ്പുണ്ടായിരുന്ന ലീയും അസിസ്റ്റന്റ് കേൾക്കുന്നു. എന്തായാലും ആ ഞരമ്പ് പിടിച്ച് നേരെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഷാങ്യുവിന് നല്ല ആശ്വാസമാകുന്നുണ്ട്. പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ചാടി നോക്കിയിട്ടൊന്നും അവൾക്ക് ഒട്ടും വേദന തോന്നുന്നതേയില്ല. ആൻറ്റി ഈ സമയം ചെസ്നട്ടൊക്കെ റോസ്റ്റ് ചെയ്ത് അത് ലീക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നു. മുകളിൽ നിന്ന് ആ നിലവിലെ കേട്ട എന്താണെന്ന് അവർ ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്. അവിടെ ഷാങ്യുവിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അവർ എന്തെങ്കിലും തമാശ കാണിച്ചതായിരിക്കും എന്ന് ആൻറ്റി പറയുന്നു. ഷാങ്യുവിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിട്ട് അവൾ വന്ന സമയത്ത് എന്താണ് പുറത്തേക്ക് ഇറങ്ങി വരാതിരുന്നതെന്ന് ലീ ചോദിക്കുന്നുണ്ട്. അവന് ഒരു ചെറിയ പരിക്ക് പറ്റിയിരിക്കുകയാണ് എന്ന് ആൻറ്റി പറഞ്ഞപ്പോൾ ടോങ്ഷുവിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് പരിക്ക് പറ്റിയ ഒരുപാട് സോൾജേഴ്സൊക്കെ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ വന്ന് ഇവിടെയൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അങ്ങനെ ആരെങ്കിലും ആണോ അവളുടെ ഭർത്താവ് എന്ന് അസിസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്. യാൻഷുവിലുള്ള എൻ്റെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ് അതെന്നാണ് ആൻറ്റി പറഞ്ഞത്. ഈ മറുപടി തന്നെ ആൻറ്റി ഒന്ന് സംശയിച്ചാണ് പറഞ്ഞത്. അത് ലീക്കും അസിസ്റ്റൻറ്റിനും സംശയമുണ്ടാക്കുന്നു. അസിസ്റ്റൻറ്റ് ചെസ്നട്ട് കഴിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തൊണ്ടയ്ക്ക് കുരുങ്ങിയതുപോലെ ചുമയ്ക്കുകയും മറ്റും ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആൻറ്റി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അകത്ത് കയറാനുള്ള സൂത്രമായിരുന്നു അത്. അവനിങ്ങനെ ചുമച്ചത് മുകളിൽ നിൽപ്പുണ്ടായിരുന്ന യാൻഷിങ് കേൾക്കുന്നു. അങ്ങനെ താഴെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ ഷാങ്യുവിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് തന്നെ സഹായിച്ചവരെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നത്. യാൻഷിങ്ങിനോട് വിവരം പറഞ്ഞിട്ട് അവൾ വേഗം അവരുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അവളാണ് അവർക്ക് ചായയൊക്കെ ഒഴിച്ചു കൊടുത്തത്. ഈ സമയത്ത് അവളുടെ വിവാഹം അടുത്തങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ലീ ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, മാട്രിലോക്കൽ ഹസ്ബൻഡാണ് എന്നൊക്കെ ഷാങ്യു അവരോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ആൻറ്റി ഇടയ്ക്ക് കയറിയിട്ട് അവൻ ലിനാനിൽ നിന്ന് യാൻഷുവിലേക്ക് വന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴി കുറച്ച് കൊള്ളക്കാർ ആക്രമിച്ച് അവന് പരിക്ക് പറ്റിയതാണ്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അവർ തട്ടിയെടുക്കുകയും ചെയ്തു. അത് കാരണം ഇങ്ങോട്ട് വിവാഹം ചെയ്ത് കയറിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ ആൻറ്റി പറഞ്ഞ സ്റ്റോറി മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞത്. ഷാങ്യുവും അതൊക്കെ സമ്മതിക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് ആൻറ്റി മറ്റൊരു കാര്യം പറഞ്ഞത്. അവൾ അവന് വേണ്ടിയിട്ട് ഒരു പന്നിയെ കശാപ്പ് ചെയ്ത് ആ കാശ് കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നതെന്ന് ആൻറ്റി പറയുന്നു. ഇത് ഷാങ്യുവിന് നാണക്കേടുണ്ടാക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ആൻറ്റിയോട് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷാങ്യു അവിടെ നിന്ന് ഓടി വന്നിട്ട് എൻ്റെ ചേച്ചി ശരിക്കും സ്ട്രോങ് ആണ്, ഒറ്റയടിക്കല്ലേ ഒരു പന്നി കൊല്ലുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഷാങ്യുവിന് അവളുടെ വായും പൊത്തിപ്പിടിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും അവളൊരു കശാപ്പുകാരിയാണ് എന്ന് അവർക്കും മനസ്സിലാവുന്നു. ഷാങ്യു ആകെ ചമ്മയിരിക്കുകയാണ്. പിന്നെ കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ ലീയോ അസിസ്റ്റൻറ്റ് പോകുന്നുണ്ട്. ഷാങ്യു അവരെ വാതിൽക്കൽ വരെ കൊണ്ടുവന്ന് യാത്രയാക്കുന്നു. അവളുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തൊരു മണ്ടന്മാരാണ്, മാർക്കിസിനെ അന്വേഷിച്ച് നമ്മുടെ ബുദ്ധി എല്ലാം പോയി എന്നാണ് തോന്നുന്നത്. ഇതേപോലെ എന്തായാലും ഒരു കശാപ്പുകാരിയെ മാർക്കിസ് ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അത് മാട്രിലോക്കൽ ഹസ്ബൻഡായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്ന് ഒരിക്കലും വിവാഹം ചെയ്യില്ല. കാരണം പ്രിൻസസിൻ്റെ വിവാഹാലോചന വരെ മാർക്കിസ് തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ കശാപ്പുകാരിയുടെ കാല് തടവി കൊടുക്കുകയും കാല് ശരിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഒരിക്കലും അവനാവാൻ സാധ്യതയില്ല. തൽക്കാലം നമുക്ക് തിരികെ പോകാമെന്ന് അവർ രണ്ടുപേരും കൂടി പറയുന്നു. അങ്ങനെ അവർ തൽക്കാലം സംശയമൊക്കെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്.